ചാനൽ. കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ നെയ്ച്ചാള തിരിച്ചെത്തിയിരിക്കുകയാണ്. മനം നിറഞ്ഞ് തീരം. കേരളത്തിൻ്റെ തീരക്കടലിൽ നിന്നും അപ്രത്യക്ഷമായിരുന്ന നെയ്ച്ചാളകൾ വീണ്ടും തീരം തൊടുന്നു. ഇവയെ വലയിൽ കിട്ടിത്തുടങ്ങിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആഹ്ലാദത്തിലാണ്. വലിഞ്ഞീനുള്ള ചാളയാണ് ലഭിക്കുന്നത്. ഏതാനും വർഷങ്ങളായി കുറഞ്ഞ അളവിലാണ് ഇവ ലഭിച്ചിരുന്നത്. അതും കുഞ്ഞൻ ചാളകൾ മാത്രം. കാലാവസ്ഥാ വ്യതിയാനവും കടലിൻ്റെ അടിയിളകി പ്ലവകങ്ങൾ ലഭിക്കാത്തതുമാണ് ചാള ചെറുതാകാൻ കാരണമെന്നാണ് പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചാളയാണ് ഹാർബറുകളിലെത്തിയിരുന്നത്. ചെയ്യാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർത്തവയാണിത്. ഇപ്പോൾ പടയ്ക്കണ മുട്ടയ്ക്കുള്ള ചെറിയ ചാളയാണ് മുനമ്പം ഹാർബറിൽ വെള്ളങ്ങളിലെത്തിയത്. ശക്തമായ മഴയിൽ കടലിലെ താപനില കുറഞ്ഞതും തെക്കൻ കാറ്റിൽ കടലിളകി പവകങ്ങൾ മുകളിലേക്ക് വന്നതോടെ പോഷക ഗുണമുള്ള തീറ്റ സുലഭമായതുമാണ് മത്തിയുടെ പെരുകലിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഔട്ട്ബോർഡ് ഇൻബോർഡ് വെള്ളക്കാർക്കാണ് കൂടുതലായി മത്തി ലഭിക്കുന്നത്. ഇതോടെ വിൽപ്പനയ്ക്കിറങ്ങുമ്പോൾ മീൻ വാങ്ങാനെത്തുന്നവർ കൂടുതലാണെന്ന് വിതരണ തൊഴിലാളികൾ പറഞ്ഞു. കിലോയ്ക്ക് 300 രൂപയാണ് പലിഞ്ഞീനുള്ള വലിയ മത്തി വിൽക്കുന്നത്. മുൻകാലങ്ങളിൽ കർക്കിടക മാസത്തിലാണ് ചാള കൊയ്ത്ത് ഉണ്ടായിരുന്നത്. പിടയ്ക്കണ ചാളയും പ്രതീക്ഷിച്ച് കടലിൽ വലയിടുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. അങ്ങനെ നമ്മുടെ തീരങ്ങളിൽ നിന്ന് കാണാതായ വലിയ മലിഞ്ഞീനുള്ള ചാളകൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം കടലിൽ പോകുന്നവർക്ക് ഒരു സന്തോഷമാണത്. ഒരു മീൻ ഇനിയിപ്പോൾ ചാളയ്ക്കാണ് ഏത് മീനിന് വില കിട്ടാൻ ചാള കിട്ടാത്ത ദിവസങ്ങളായിരുന്നു ഏറ്റവും നല്ല മീൻ. അപ്പോൾ ഇപ്പോൾ ചാള വന്നതോടുകൂടി വളരെ സന്തോഷത്തിലാണ് കടലിൽ പോകുന്നവർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും വരുന്നത് വരെ നന്ദി.